ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മറിയം സാറ്റ്ഫുൾനെസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അധികം ചെയ്യാത്തൊരു കണ്ടൻ്റാണ്. പക്ഷേ ഒരിടയ്ക്ക് എനിക്ക് ഭയങ്കര ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ് ഈ ബോട്ടിൽ പെയിൻറ്റിങ് അഥവാ ബോട്ടിൽ ആർട്ട്. കോവിഡിൻ്റെയൊക്കെ ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന ഒരു സംഭവമാണല്ലോ ഇത്, ഇക്കോണായിരുന്നു. അപ്പം അതിൽ ഒരെണ്ണം കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ബോട്ടിൽ പെയിൻറ്റിങ് ഇതൊക്കെ ചെയ്യുന്നത്. കുറേ നാളായി. അപ്പം ഞാൻ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നേരത്തു ഒരു കൈൻഡ് ഓഫ് ലൈറ്റ് ബ്ലൂ ആണ് ഞാൻ ബേസ് കോട്ട് അടിച്ചേക്കണേ, വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട്. പിന്നെ ഇതുപോലെ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് സൈഡിലും ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. നല്ലൊരു ഫ്ലവർ പാറ്റേൺ കൊടുക്കാൻ ഈ ഒരു ഐഡിയ ബെസ്റ്റ് ആട്ടോ. ബ്രഷ് ഒന്നും യൂസ് ചെയ്യണം. എനിക്ക് ബ്രഷ് യൂസ് ചെയ്ത് ഇങ്ങനെ കറക്റ്റായിട്ട് ഫ്ലവർ ഒന്നും ചെയ്യാൻ അധികം അറിയത്തില്ല. ഒറ്റ സ്ട്രോക്കിൽ എനിക്ക് ചെയ്യണമെങ്കിൽ ഫ്ലാറ്റ് ബ്രഷാണ് പറ്റത്തുള്ളൂ. അപ്പോൾ അതൊന്നും അറിയില്ലാത്തവർക്ക് ഇത് നല്ലൊരു ഐഡിയ ആയിരിക്കും, കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് ഒരു മാസത്തിനടുത്തായിട്ടുണ്ടാവില്ല. എനിക്ക് എന്തായാലും തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ അതിന് അപ്ഡേറ്റൊക്കെ ആയിട്ട് പിന്നെ വരാം. കുറച്ചായിട്ട് ഞാൻ ഇങ്ങനെ മിന്നി നിൽക്കുമായിരുന്നു. വീഡിയോസൊന്നും അധികം ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് റീസണൊന്നുമില്ല, മടിയായിരുന്നു. വീട്ടിലിരുന്ന് ആ ഒരു മടി പിടിച്ചു പോയി. അതിൻ്റെ ആയിരുന്നു വീഡിയോ ഒന്നും ഇല്ലാത്ത. പക്ഷേ ഞാൻ നെക്സ്റ്റ് ടൈം ഇനി തൊട്ട് ഞാൻ മാക്സിമം ആക്റ്റീവ് ആവാൻ ഞാൻ നോക്കാം. ബ്ലൗസ് ഇങ്ങനെ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റാക്കി യെല്ലോ കളറ് വൈറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ലൈറ്റാക്കിയിട്ട് ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ലീവ്സൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ കളർ യൂസ് ചെയ്ത്. കളറ് ഞാൻ മിക്സ് ചെയ്ത് ഉണ്ടാക്കട്ടെ. ഇത് ബ്ലൂവും യെല്ലോയും മിക്സ് ചെയ്ത് നമുക്ക് ഗ്രീൻ കളർ കിട്ടും. അതൊന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടി കുറച്ച് വൈറ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സാപ്പ് ഗ്രീൻ കളറാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെയാണ് ഞാനത് ചെയ്ത് കഴിഞ്ഞാണ് കണ്ടത്. ലാസ്റ്റ് ഇപ്പോൾ കുറച്ചധികം കുളമായി പോയിട്ടുണ്ടായിരുന്നു. ഫൈനൽ ലുക്ക് കാണുമ്പോൾ എനിക്ക് എന്തായാലും മനസ്സിലാവും ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു ഇത് കിട്ടിയില്ല. എൻ്റെ മൈൻഡിലുള്ളതല്ല ഞാൻ ചെയ്തു വന്നപ്പോഴായത്. പക്ഷെ കുഴപ്പമില്ല, ഇടയ്ക്ക് ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റുന്നത് നല്ലതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ കൂട്ടുകാരാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത്. ടേക്ക് കെയർ, ലവ് യു ആൾ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ.